ഒരാൾ ലൈവിൽ വന്നപ്പോ ജസ്റ്റ് ഇതേ ഈ ചുണ്ടും മുറിഞ്ഞേക്കണ കണ്ടോ എന്നൊന്ന് ലൈവിൽ കാണിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. ലൈവ് ചെയ്യുന്നവര് അവരുണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യം വരെ ലൈവിൽ കാണിക്കാറുണ്ട്. ഈ രേണുസുതി എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് എല്ലാരും കയറുന്നത്? വളരെ മോശമായ ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ ചുണ്ടൊന്നും മുറിഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും കുറെ അവന്മാർ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ റീച്ചിന് വേണ്ടി അവരുടെ റിയാക്ഷൻ വീഡിയോ ഭയങ്കര കത്താൻ വേണ്ടി കൊണ്ടിട്ടിട്ട് കൊടുത്തു. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളെ പോലുള്ള ആളുകളെ കുറെ വീഡിയോ ഇട്ടിട്ട് അവരെ പുറകെയാണല്ലോ നിങ്ങൾ, വേറെ പുറകെയൊന്നും പോകണ്ടേ? എന്ത് മോശമാണ് കാണിക്കുന്നത്. ആ ചുണ്ടൊന്നും മുറിഞ്ഞത് കാണിച്ചതിനാണ് വേറെ വീഡിയോസ് ഇറക്കിയാണല്ലോ. ഞാൻ പറയണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. ഈ മഹാന്റെ 2 റീലുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. അതിനകത്ത് പറഞ്ഞത്, പ്രിയപ്പെട്ട കലാകാരി രേണുസുതി വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ ഈ താടിയും മുടിയും വെട്ടത്തുള്ളൂ. അതായത് രേണുസുതി എന്ന് കമന്റ് ചെയ്യണം, ഇവൻ മുടി വെട്ടണതിന് ഷേവ് ചെയ്യണതിനും എന്നാണ് ഇവൻ പറഞ്ഞത്. അതിന് താഴെ ചെന്ന് രേണുസുതി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിലാഷ് ചേട്ടാ മുടി വെട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കമന്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഇവൻ മുടിയും വെട്ടിയിട്ടില്ല, ഷേവിങ് ചെയ്തിട്ടില്ല. എന്തോടെ നിന്റെ നാട്ടിൽ ഈ പറയുന്ന ബാർബർ ഷോപ്പ് ഒന്നുമില്ലേ? അതോ നിന്റെ ക്യാഷ് ഇല്ലേ? അല്ലെങ്കിൽ നിനക്ക് എന്താ വാക്ക് പാലിക്കാൻ മടിയാണോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്തായാലും ഇവൻ പറഞ്ഞത് രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് ലൈവ് ലീക്കായതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രതികരണമാണ്. അതായത് അതിനൊരു ന്യായീകരണമായിട്ട് രേണുസുതി വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതിയുടെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവർ ആ ചുണ്ട് പൊട്ടിയതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടിയായിട്ട് ഞങ്ങൾ എല്ലാവരും അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ അതേ ലൈവിനകത്ത് തന്നെ വേറെ കുറച്ച് വിഷ്വൽസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന വ്യക്തി കണ്ടിട്ടില്ലായിരിക്കും. രേണുസുതി എന്തായാലും അതിനകത്ത് പ്രതികരിച്ച് കണ്ടില്ല. അഭിലാഷ് ഒന്ന് പ്രതികരിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ആ ഒരു സ്പെസിഫിക് ലൈവിനകത്ത് ഒരു വിഷ്വലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ ഒരു ക്ലിപ്പൊക്കെ കണ്ട ശേഷമാണ് രേണുവിന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീതു എന്ന് പറയുന്ന യൂട്യൂബർ രേണുവിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വരികയും രേണുവിനെ വിധവ എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞത്. കാരണം ഈ നാട്ടിൽ ധാരാളം സ്ത്രീകൾ വിധവയായിട്ടുണ്ട്. അവരാരും ഇതാണ് സബ്സ്ക്രിപ്ഷൻ നടത്തിയോ അല്ലെങ്കിൽ പെയ്ഡ് ലൈവുകൾ ചെയ്തോ ഇത്തരത്തിൽ ഈ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും തുണി ഒരിഞ്ഞോ അല്ല അവരവരുടെ കുടുംബം പുലർത്തുന്നത്. നല്ല അന്തസ്സായിട്ട് തൊഴിലെടുത്താണ്. അത് ശ്രീതു പറഞ്ഞായിരുന്നു. അതൊന്നും അഭിലാഷട്ടയും കേട്ട് കാണില്ല. കാരണം അഭിലാഷിന് ഇങ്ങനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് റീച്ച് മതി. ആ റീച്ച് വെച്ചുകൊണ്ട് അഭിലാഷ് മുന്നോട്ട് പോയിക്കോളും. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്യും. ഇനി അഭിലാഷ് മറ്റൊരു ക്ലിപ്പും കൂടി കാണും. അതേ ലൈവിനകത്ത് തന്നെ രേണു കാണിച്ചു വെച്ചിരിക്കുന്നത്. അഭിലാഷ 2 ചോദ്യങ്ങൾ. ഈ ചുണ്ട് പൊട്ടിയത് കാണിച്ച ലൈവിനകത്ത് എന്തിനാണ് ഇവരുടെ വയറും പൂക്കളും കാണിക്കുന്നത്? അതുകണക്ക് തന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ക്ലീശേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ആ ലൈവിനകത്ത് ചെയ്തത്? അപ്പോൾ ഇവർക്ക് ചുണ്ട് പൊട്ടിയത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇവർ ആ ലൈവ് ചെയ്തത്. ഒരാളെ ന്യായീകരിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് മിനിമം അയാൾ ന്യായീകരിക്കപ്പെടാനായിട്ട് അർഹതയുള്ള ആളാണോ എന്നൊന്ന് അഭിലാഷിനെ പോലുള്ളവർ ചിന്തിക്കുക. പിന്നെ രേണുസുതിനെ എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നു? അതിനുള്ള ഉത്തരവും ഇവിടെ തന്നെ ഉണ്ട്. രേണു തന്നെയാണ് അതിന് കാരണക്കാരത്. ഈ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുക. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും.
ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ പോയി ഈ കാര്യങ്ങൾ ലീക്ക് ചെയ്തുകൊണ്ട് വരുന്നതെന്ന്. ഇവർ തന്നെ പരസ്യമായിട്ട് വന്നിരുന്ന് വെല്ലുവിളിക്കുമല്ലേ, നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇനിയും സബ്സ്ക്രിപ്ഷനിനകത്ത് ഇത്തരം കണ്ടന്റുകൾ ഇടുമെന്ന്. അപ്പോൾ വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തിരിച്ച് റിയാക്ട് ചെയ്യും. കാരണം ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ആരുടെ നട്ടല് ഒരു സർവീസ് സഹകരണ ബാങ്കിലും പണയത്തിലല്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് മറ്റ് ഈ പെയ്ഡ് ലൈവുകൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ പോകുന്നില്ല എന്ന് ചോദിക്കുന്നവരോട്, ഞാൻ എൻ്റെ ചാനലിനകത്ത് തന്നെ തുമ്പിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിമിഷ ബിജോയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതുകൂടാതെ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് കുറേയധികം അക്കൗണ്ടുകളിൽ നമ്മുടെ കൊച്ചുകുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അശ്ലീലപരമായിട്ടുള്ള കണ്ടന്റുകൾ ട്രോളായിട്ടും മറ്റും മേക്ക് ചെയ്യുന്ന കുറേയധികം അക്കൗണ്ടുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളുടെ ആരും കണ്ണിൽ പെടില്ല. കാരണം നിങ്ങൾക്ക് താല്പര്യം ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ രേണുസുതിയുടേതായിട്ട് പുതിയൊരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ കൂടി ലീക്ക് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ചാനലിനകത്തുനിന്ന് ഞാൻ എടുത്തതാണ്. പല ക്ലിപ്പായിട്ട് കിടന്ന സാധനം ഞാൻ കട്ട് ചെയ്ത് ഒറ്റ ഇതാക്കിയതാണ്. കാരണം എനിക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത് ചെയ്യാണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഇതിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ലൈവ് ലീക്കാക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. എനിക്കതൊന്നും ഇല്ല. ഞാൻ എന്തായാലും ലൈവിൽ വരും. സോ ലവ് യു. അപ്പൊ ഇതാണ് ഇന്ന് ഇവരുടേതായിട്ട് ലീക്ക് ചെയ്ത് വന്നിരിക്കുന്ന വീഡിയോ. ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ആ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും ഈ ഇപ്പം സബ്സ്ക്രിപ്ഷനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ലീക്കേജ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്നാൽ എനിക്കിത് അറിയത്തില്ല. ഞാനിത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അഭിലാഷ് ടേത്തിനെ പോലുള്ളവർ ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിനെ ന്യായീകരിക്കുമ്പോൾ അവർക്ക് ന്യായീകരിക്കപ്പെടാനുള്ള ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കപ്പെടാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക. കാരണം ഇവർ ചുണ്ടുപൊട്ടിയതാണെങ്കിൽ ഇത്ര ഒരു പോർഷൻ മാത്രം കാണിച്ചാൽ മതി. ആ ഒരു പ്രസ്തുത ലൈവിനകത്ത് ഇവർ ചുണ്ടേ മുന്നിൽ ലിപ്സ്റ്റിക്കും വാരി പൊത്തിക്കൊണ്ട് വന്നിച്ച് ഈ നാക്കിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കുമ്പോഴത്തേക്ക് അതിന് ഏത് അർത്ഥത്തിലാണ് ആളുകൾ കാണേണ്ടത്? അവിടെ എവിടെയാണ് ചുണ്ട് പൊട്ടിയത് കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊന്നും അവർ ജസ്റ്റ് കാണിച്ച് അത് കഴിഞ്ഞ് മൊത്തം കാണിച്ച വൃത്തികേടുകളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ച ക്ലിപ്പുകളിലേക്കകത്തുള്ളത്. ഇത് മാത്രമല്ല, ആ 8 മിനിറ്റ് വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട പലരും ഉണ്ട്. ആ കണ്ട പലരും അത് കട്ട് ചെയ്തെടുത്ത് വെച്ച് അവരുടെ എല്ലാ ചാനലിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1-2 ക്ലിപ്പുകൾ മാത്രമേ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ഈ ഷോർട്സ് ഇട്ടുകൊണ്ടു വെച്ച് ക്രീം തേക്കുന്നത്, അതൊക്കെ ഇത്തരം വൃത്തികേടുകൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പിന്നെ ഒരു പരിധിയിൽ കഴിഞ്ഞ ആളുകളെ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഏത് എക്സ്ട്രീം ലെവലിലോട്ടും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടും. അത് തന്നെയാണ് രേണുസുതിയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിയെന്നാ.